everyone. SSLC മാത്തമാറ്റിക്സ് 6th ചാപ്റ്ററായ ട്രിഗണോമെട്രിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് നാം ഇന്ന് എടുക്കുന്നത്. ബേസിക് കൺസെപ്റ്റ്സ് അടിസ്ഥാന ആശയങ്ങളുടെ ആദ്യ ക്ലാസ്സും 45-90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡുകളുടെ റിലേഷൻസ് ഉപയോഗിച്ചുള്ള ചെറിയ ചെറിയ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് സെക്കൻഡ് വർക്ക്ഷീറ്റിലും ചെയ്തു കഴിഞ്ഞതാണ്. ഇന്ന് നാം 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡുകളുടെ നീളങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. കണക്ക് വിഷമമുള്ള കുട്ടികൾക്ക് ആദ്യം തന്നെ വലിയ വലിയ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം ബേസിക് കൺസെപ്റ്റ്സ് കൃത്യമായി ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് വർക്ക്ഷീറ്റിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായി വർക്ക്ഷീറ്റിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് ഉറപ്പായും വലിയ വലിയ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് കോൺഫിഡൻസോടുകൂടി ഫേസ് ചെയ്യുന്നതിന് സാധിക്കും. എല്ലാവരും അടിസ്ഥാന ആശയങ്ങൾ നന്നായി മനസ്സിലാക്കുകയും വർക്ക്ഷീറ്റുകളിലെ പ്രോബ്ലംസ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. വർക്ക്ഷീറ്റുകളുടെ മലയാളം ഇംഗ്ലീഷ് PDF കോപ്പി ഫ്രീ ആയി കിട്ടുന്നതിന് ജോയിൻ ചെയ്യേണ്ട വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കഴിഞ്ഞ ക്ലാസ്സുകളുടെ SSLC മാത്സ് എന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ക്ലാസ് കണ്ടു കഴിഞ്ഞ് എല്ലാവരും ലൈക്കും കമന്റും ചെയ്യണം കേട്ടോ. മറ്റു കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഉപകാരപ്പെടും എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളത് അവർക്ക് ഷെയർ ചെയ്യുമല്ലോ. ഞാൻ ലളിത ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ മക്കളെ, ഫസ്റ്റ് വർക്ക്ഷീറ്റിൽ നാം ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. നോക്കൂ, 30-90 ആണ് രണ്ട് എങ്കിൽ മൂന്നാമത്തെ എങ്കിൽ തീർച്ചയായിട്ടും 60 ഡിഗ്രി ആണല്ലോ. 30 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ മൂന്നാമത്തെ കോണളവ് 60 ഡിഗ്രിയാണ്. നിങ്ങൾ പഠിച്ച പോയിന്റ് ഇതാണ്. 30 എതിരെയുള്ള ഒരു വശത്തിന്റെ √3 ടൈംസ് ആയിരിക്കും 60 ഓപ്പോസിറ്റ് ഉള്ള മീഡിയം ലെങ്ത് ഉള്ള സൈഡ് എന്നുള്ളതാണ്. അതായത് ഏറ്റവും ചെറിയ വശം എത്രയാണോ അതിന്റെ √3 ടൈംസ് ആയിരിക്കും മീഡിയം ലെങ്ത് ഉള്ള സൈഡിന്റെ നീളം. അതായത് മീഡിയം ലെങ്ത് ഉള്ള സൈഡ് എന്ന് പറയുന്നത് 60 ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ഷോർട്ടസ്റ്റ് സൈഡ് ഏറ്റവും ചെറിയ വശം 1 യൂണിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം 60 ഓപ്പോസിറ്റ് ഇതിന്റെ √3 ടൈംസ്, അതായത് 1 × √3 ആയിരിക്കും എന്നും 90 ഓപ്പോസിറ്റ് ഉള്ള ഏറ്റവും ലോങ്സ്റ്റ് സൈഡ് ഏറ്റവും നീളം കൂടിയ വശം എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് സൈഡ് എത്രയാണോ അതിന്റെ 2 ടൈംസ് ആയിരിക്കും, അതായത് 2 യൂണിറ്റ് ആയിരിക്കും എന്നുമാണ്. മനസ്സിലായില്ലേ? 30, 60, 90 ഏറ്റവും ചെറിയ കോണളവ് 30 ഡിഗ്രി അല്ലേ. മീഡിയം ആംഗിൾ മെഷർ 60 ഡിഗ്രി, ഏറ്റവും വലിയ കോണളവ് 90 ഡിഗ്രി. അപ്പൊ ഏറ്റവും ചെറിയ കോണളവിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. 30 ഡിഗ്രി ഉണ്ടാക്കുന്നത് ഈ രണ്ട് ലൈനുകളാണ് അല്ലേ. അതിന്റെ രണ്ടാമത്തെ എൻഡ് പോയിന്റുകളാണ് ബിയും സിയും. ആ ബിയും സിയും ചേർന്ന് വരുന്ന ലൈനിനെയാണ്, എൻഡ് പോയിന്റ്സ് ആയ ലൈനിനെയാണ് നമ്മൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ആ ബി സി എന്നുള്ള നീളം 1 യൂണിറ്റ് ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് ഉള്ള ഈ മീഡിയം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏറ്റവും ചെറിയ വശം അല്ലേ. അതിനേക്കാൾ കുറച്ചുകൂടി വലിയ വശം ഏറ്റവും വലിയ വശം. അതായത് ഷോർട്ടസ്റ്റ് സൈഡ് 1 ആണെങ്കിൽ അതിന്റെ √3 ആയിരിക്കും ഈ മീഡിയം ലെങ്ത്, ഇതിന്റെ 2 ടൈംസ് ആയിരിക്കും ലോങ്സ്റ്റ് സൈഡ്. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രിയുള്ള റൈറ്റ് ട്രയാങ്കിളുകളിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 30 ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് ഇതിന്റെ √3 ടൈംസ് 1 × √3 ആയിരിക്കുമെന്നും 90 ഓപ്പോസിറ്റ് 1ന്റെ ഈ 30 ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ ഡബിൾ 2 ടൈംസ്, അതായത് 1 ആണെങ്കിൽ അതിന്റെ 2 ടൈംസ് 1 × 2 ആയിരിക്കും എന്നാണ്. മനസ്സിലായോ? ഈ പോയിന്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ട്രയാങ്കിളിനെ ശ്രദ്ധിക്കാം. ഇവിടെയും ഒരു ആംഗിൾ 30 ഡിഗ്രിയും ഒരു ആംഗിൾ 90 ഡിഗ്രിയുമാണ്. ഒരു ആംഗിൾ 30, രണ്ടാമത്തെ ആംഗിൾ 90 എന്ന് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും മൂന്നാമത്തെ ആംഗിൾ 60 എന്ന് മനസ്സിലാക്കണം. 3 ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് അല്ലേ. 30 ഓപ്പോസിറ്റ് നമുക്ക് 6 യൂണിറ്റ് ആണ് എന്നിരിക്കട്ടെ എങ്കിൽ ഈ വശത്തിന്റെ നീളം എത്രയായിരിക്കും? ഈ ലോങ്സ്റ്റ് സൈഡിന്റെ നീളം എത്രയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കണ്ടുപിടിക്കും വേഗം. ഈ ആശയം ഉപയോഗിച്ച് ചിന്തിക്കുക കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഏറ്റവും ചെറിയ വശം 30-നെതിരെയുള്ള വശം 6 ആണെങ്കിൽ
60-നെതിരെയുള്ള മീഡിയം ലെങ്ത് ഉള്ള സൈഡ് അല്ലേ, ആ സൈഡ് 6ന്റെ √3 ടൈംസ് ആയിരിക്കും, 6√3 ആയിരിക്കുമെന്നും 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ നീളം 6 × 2 12 ആയിരിക്കുമെന്നും മനസ്സിലാക്കണം. 30 ഡിഗ്രി ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് 6√3ഉം 90ക്ക് ഓപ്പോസിറ്റ് 12ഉം ആയിരിക്കും. ഇവിടെ നോക്കൂ, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 6 യൂണിറ്റ് ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് 6 × √3, 90ക്ക് ഓപ്പോസിറ്റ് 6 × 2 12 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇത് മനസ്സിൽ ഓർത്ത് വെക്കുക. ഈ റൈറ്റ് യൂണിറ്റ് ആയിട്ടുള്ള ചെറിയ റൈറ്റ് ട്രയാങ്കിളിന്റെ മെഷേഴ്സ് 1√3 2 എന്ന റേഷ്യോ മനസ്സിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഇത് ചെറിയ ചെറിയ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇവിടെ രണ്ട് പ്രസ്താവനകൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കൂ, എന്താണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ നീളം ട്വൈസ് ആയാൽ, അതായത് 2 ടൈംസ് 2 മടങ്ങായി മാറിയാൽ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ഓൾസോ ബിക്കംസ് 2 ടൈംസ് എന്നാണ്. അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് അതായത് അതിന്റെ ഹൈറ്റും 2 മടങ്ങായി മാറും. ക്ലിയർ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നാണ് ചോദ്യം. 9ാം ക്ലാസ്സിൽ നമ്മൾ ഈ പോയിന്റ് പഠിച്ചതാണ്. ഇവിടെ നോക്കൂ, ഒരു ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതിന്റെ സൈഡ്സ് 2 യൂണിറ്റ് വീതമാണ്. ഓൾട്ടിറ്റ്യൂഡ് ബേസിനെ വന്ന് കൂട്ടിമുട്ടുന്ന പോയിന്റ് മിഡ് പോയിന്റ് ആണ് അല്ലേ. ഇതിന്റെ ഹൈറ്റ് ഉന്നതി ഇതിന്റെ പാദത്തെ വന്ന് മുട്ടുന്നത് മിഡ് പോയിന്റ് മധ്യബിന്ദുവിലാണ് എന്ന് നിങ്ങൾ പഠിച്ചതാണ്. എങ്കിൽ ഇവിടെ 1 1 ആയി മുറിയുമല്ലോ അല്ലേ. എങ്കിൽ ഇത് ഏത് തരം ട്രയാങ്കിൾ ആണ്? ഇതിന്റെ 60 ഡിഗ്രി ആണ് എല്ലാ ആംഗിളും എന്ന് നമുക്കറിയാം. ഇവിടെ 30 ഡിഗ്രി ആയിട്ട് മുറിഞ്ഞിട്ടുണ്ടാവും. ശരിയല്ലേ? 30 60 90 ട്രയാങ്കിളിൽ 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? √3 യൂണിറ്റ് ആയിരിക്കും അല്ലേ. അതായത് ഇതിന്റെ ഈ ഈക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ 2 സൈഡ് വരികയാണെങ്കിൽ അതിന്റെ ഈക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് √3 ആണ്, ഓൾട്ടിറ്റ്യൂഡ് √3 യൂണിറ്റ് ആണ്. ഞാൻ ഈ സൈഡിനെ ഡബിൾ ആക്കാൻ പോവുകയാണ്. അതായത് 2 എന്നുള്ളത് 2 ടൈംസ് 2ന്റെ 2 ടൈംസ് 4 ടൈംസ് ആക്കാണ്. 2ന്റെ 2 ടൈംസ് അതായത് 4 യൂണിറ്റ് ആക്കാണ്. ഇതിന്റെ സൈഡുകൾ ഈക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് 4 യൂണിറ്റ് ആയാൽ ഇവിടെ ബേസ് 2 2 ആയിട്ട് മാറും അല്ലേ. തീർച്ചയായിട്ടും ആംഗിൾസ് എന്ത് തന്നെയായിരിക്കും? 30 60 90 തന്നെയായിരിക്കും. ഇതിന്റെ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ആണിത്. നമുക്ക് 30ക്ക് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചത്? 60ക്ക് ഓപ്പോസിറ്റ് ഷോർട്ടസ്റ്റ് സൈഡിന്റെ √3 ടൈംസ് എന്നാണ് പഠിച്ചത്. അതായത് 2√3 എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇപ്പോഴെന്തായി? സൈഡ് 2 ടൈംസ് ആയപ്പോ 2 മടങ്ങായി മാറിയപ്പോ ഇവിടെ ഒരു √3 ഉണ്ടായിരുന്നത് 2√3 ആയി മാറി. √3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതല്ലേ 2√3. ശരിയല്ലേ? √3യുടെ ഡബിൾ ആണ്, 2 മടങ്ങാണ് 2√3. അതായത് സൈഡ് ഡബിൾ ആയി കഴിഞ്ഞാൽ 2 ടൈംസ് ആയി കഴിഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡും 2 ടൈംസ് ആയി മാറും. 30 60 90 ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോഴേ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ, ട്രൂ ആണ്. ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. ദ ഓൾട്ടിറ്റ്യൂഡ് ചേഞ്ചസ് വിത്ത് സൈഡ് പ്രൊപ്പോർഷണലി എന്നാണ്. ഓൾട്ടിറ്റ്യൂഡ് ചേഞ്ചസ് വിത്ത് സൈഡ് പ്രൊപ്പോർഷണലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് ബൈ സൈഡ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ ഉയരം എപ്പോഴും സൈഡിന് ആനുപാതികമായിരിക്കും എന്നുള്ളതാണ്. അത് ശരിയാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എങ്ങനെയാണ് പ്രൊപ്പോർഷണാലിറ്റി ചെക്ക് ചെയ്യുക? അതിന്റെ ആൾട്ടിറ്റ്യൂഡ് √3:2√3 അതായത് 1:2 ആണ്. അതിന്റെ സൈഡിന്റെ റേഷ്യോയും 1:2 തന്നെയാണ്. 2:4 എന്ന് പറയുന്നത് 1:2 ആണ്. അപ്പൊ സെയിം റേഷ്യോ ആണ്. ഓൾട്ടിറ്റ്യൂഡുകളുടെ റേഷ്യോയും സൈഡുകളുടെ റേഷ്യോയും സെയിം ആണ്. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് സൈഡ് എന്നുള്ളതാണ്. ക്ലിയർ? ഇനി വേറെ രീതിയിലും ചെക്ക് ചെയ്യാം. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ശരിയാണോ നോക്കിയാൽ പോരെ. ഇവിടെ √3 ബൈ സൈഡ് എന്ന് പറയുന്നത് 2. ഇവിടെ എന്താണ്? 2√3 ബൈ 2 + 2 4. ഇത് രണ്ടും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ഇത് ക്യാൻസൽ ചെയ്താൽ √3 ബൈ 2 തന്നെയാണ്. ശരിയല്ലേ? ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് സെയിം ആണ്. ക്ലിയർ? അതായത് ഇത് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ P2 എന്ന സ്റ്റേറ്റ്മെന്റും പ്രസ്താവന രണ്ടും കറക്റ്റ് ആണ്. ക്ലിയർ? അപ്പൊ പെട്ടെന്ന് കണക്കിന്
മതി മക്കളെ. ഇത് സൈഡ് ഡബിൾ ആകുമ്പോൾ ഹൈറ്റ് ഡബിൾ ആയില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് പ്രൊപ്പോർഷണൽ ആണ് എന്നാണ്, അല്ലേ? ഒരേ രീതിയിലാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ, ഒരേ രീതിയിലാണ് വർധനവ് വരുന്നതെങ്കിൽ അതെന്താണ്? ആനുപാതികമാണ്, പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ? അപ്പൊ ഇവിടെ P1 and P2 are true. P2 is the correct reason for P1. ഇതാണ് ശരിയായ ഓപ്ഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇവിടെ പറയുന്നത് പെരിമീറ്റർ ഓഫ് എൻ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ഈസ് 12 സെന്റിമീറ്റർ എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്? ഫൈൻഡ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വർക്ക്ഷീറ്റുകളൊക്കെ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ കിട്ടേണ്ട ബേസ് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പല കുട്ടികളും ആ ചെറിയ ക്ലാസ്സിൽ നിന്നുള്ള ബേസിക് കോൺസെപ്റ്റ്സ്, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ആശയങ്ങൾ കൃത്യമായി പഠിക്കാതെയാവും 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അത് മറന്നു പോയിട്ടുണ്ടാവും. അത് ഒന്ന് ഉറപ്പിക്കുന്നതിനുള്ള പ്രോബ്ലംസും കൂടിയാണ് നമ്മൾ ഈ വർക്ക്ഷീറ്റുകളിലൂടെ ചെയ്യുന്നത് കേട്ടോ. അതായത് 10ാം ക്ലാസ്സിലെ കൺസെപ്റ്റ് മാത്രമല്ല, ചെറിയ ക്ലാസ്സിൽ നിന്നുള്ള കൺസെപ്റ്റുകൾ അടക്കം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇവിടെ എന്താണ് പറഞ്ഞത്? ഈക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 12 ആണ് എന്നാണ്. അപ്പൊ എന്താണ് ഒരു ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്നറിയണം, എന്താണ് പെരിമീറ്റർ കാണാനുള്ള വഴി എന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, അല്ലേ? ഒരു ഈക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്താണ് മക്കളെ? ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ അതിന്റെ 3 സൈഡിന്റെ നീളവും തുല്യമാണ് എന്നർത്ഥം, അല്ലേ? ഇതിന്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വശങ്ങളുടെയും തുകയാണ് പെരിമീറ്റർ. പുറമേ കാണുന്ന ഈ വശങ്ങളുണ്ടല്ലോ, ആ സൈഡുകളുടെ സമ്മാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ A യൂണിറ്റ് വീതമാണെങ്കിൽ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണത്തിന്റെ പെരിമീറ്റർ 3A ആയിരിക്കും. A + A + A 3A ആയിരിക്കും, അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 3A എന്ന് പറയുന്നത് 12 ആണെന്നാണ്. എങ്കിൽ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? ഒരു വശത്തിന്റെ നീളം 3A. നമുക്ക് 3A കണക്കിന് വിഷമമുള്ള കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇവിടെ 3Aയിൽ നിന്ന് നമുക്ക് A ആണ് വേർപെടുത്തിയെടുക്കേണ്ടത്, അല്ലേ? നമുക്ക് ആരാണ് എക്സ്ട്രാ ചെയ്തത്? 3 ആണ്. 3 ഇവിടെ ഗുണനമാണ്, മനസ്സിലായോ? അങ്ങനെ ഗുണനത്തെ ഒഴിവാക്കാൻ നമ്മൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഈ സംഖ്യ 1 ആയി വരണം. 1 × A എന്ന് പറഞ്ഞാലാണ് A വരുന്നത്. ക്ലിയർ? 3 എന്ന സ്ഥലത്ത് 1 എന്ന സംഖ്യ വരണമെങ്കിൽ ഇവിടെ 3 കൊണ്ട് ഹരിക്കണം, അല്ലേ? അപ്പോഴാണ് ഇത് ഒരു A എന്നായി മാറുക. അങ്ങനെ ഒരു ഭാഗത്ത് മാത്രം 3 കൊണ്ട് ഹരിച്ചാൽ പോരാ, 2 സൈഡിലും 3 കൊണ്ട് ഹരിക്കണം. ഇത് ചെറിയ ക്ലാസ്സിൽ നിന്ന് കിട്ടേണ്ട ഐഡിയയാണ്. അപ്പോൾ ഇത് 3 ക്യാൻസലായി, 3 12 4. അതായത് സൈഡിന്റെ നീളം 4 സെന്റിമീറ്റർ എന്ന് വന്നു. ക്വസ്റ്റ്യനെ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ് എന്നാണ്. വശത്തിന്റെ നീളം 4 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ബി ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ എന്നാണ്. വശത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് എത്ര എന്നാണ് ചോദ്യം. വശം 4 ആണെങ്കിൽ ഇത് മുറിഞ്ഞ് 2 2 മാറിയിട്ടുണ്ടാവും എന്ന പോയിന്റ് ശ്രദ്ധിക്കുക, അല്ലേ? നമുക്കറിയാം അതിന്റെ ഉയരം എന്ന് പറയുന്നത് പാദത്തെ 2 തുല്യ ഭാഗങ്ങളായി മുറിക്കും എന്നറിയാം. അങ്ങനെയാണെങ്കിൽ 4 2 2 ഇവിടെ 4 തന്നെ, ഇവിടെയും 4 തന്നെ. നമുക്കറിയാം ഇതിന്റെ എങ്കിൾ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണത്തിന്റെ കോണുകൾ 60 ഡിഗ്രിയാണ്. ഇത് 60നെ 2 കഷ്ണങ്ങളായ 30. ഇനി നിങ്ങൾ ഇക്കൊല്ലത്തെ ആശയം ഉപയോഗിച്ചു. 30-നെതിരെ 2 ആണെങ്കിൽ 60-നെതിരെ എത്രയായിരിക്കും? 30-നെതിരെ എത്രയാണോ അതിനെ √3 കൊണ്ട് ഗുണിക്കുക. 2√3, അല്ലേ? അപ്പൊ ഇവിടെ ബി എന്നതിന്റെ ആൻസർ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു 2√3 സെന്റിമീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, കാരണം നമുക്ക് അറിയേണ്ടത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. മനസ്സിൽ ഓർമ്മ വയ്ക്കുക, 30-നെതിരെ 1 ആണെങ്കിൽ 60-നെതിരെ √3 ആണെന്നും 90-നെതിരെ 2 ആണ് എന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 10-ലെ ആശയം ഇത് മാത്രമാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടാത്തത് ചെറിയ ക്ലാസ്സിൽ നിന്നുള്ള ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ വരച്ചിരിക്കുകയാണ്. AC സൈഡായിട്ട് ഒരു സ്ക്വയർ വരച്ചിരിക്കുകയാണ്.
ഇതിൽ തന്നിരിക്കുന്നത് ഇത് 30 ഡിഗ്രി എങ്കിൽ ബി 90 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. കൂടാതെ ബി സി എന്ന ലെങ്ത് ബേസ് 1 സെന്റിമീറ്റർ ആണ് എന്നും തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി എന്നാണ്. എ ബിയുടെ നീളം എത്ര? ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 1 സെന്റിമീറ്റർ, ബി സി 1 സെന്റിമീറ്റർ. നിങ്ങൾക്കറിയാം ഇത് 30, ഇത് 90 ആണെങ്കിൽ അടുത്തത് എങ്കിൽ എത്രയായിരിക്കും? 60 ഡിഗ്രി അല്ലേ? അത് എഴുതി വെക്കുക കേട്ടോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, എ ബി എത്രയായിരിക്കും എന്ന് കണ്ടിട്ട് എല്ലാവരും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചെറിയ ആപ്ലിക്കേഷൻ പ്രോബ്ലം. 30, 60, 30, 60, 90 ട്രയാങ്കിൾ ആണ്. 30-നെതിരെ 1 ആണ് എങ്കിൽ 60-നെതിരെ എത്രയാണ് എന്നാണ് ചോദ്യം അല്ലേ? 30-നെതിരെ 1 ആണെങ്കിൽ 60-നെതിരെ എന്താണ് റേഷ്യോ? എന്താണ്? 1:√3:2 ആണ്. 1ഉം √3ഉം 2 ആണ്. ഓർക്കുക, അതായത് 30-നെതിരെ 1 ആണെങ്കിൽ 60-നെതിരെ ഇതിനെ √3 കൊണ്ട് ഗുണിക്കണം, അതായത് √3 ആയിരിക്കും. ക്ലിയർ? അതായത് ഇവിടെ ആദ്യത്തെ ആൻസർ എ ബി ഈക്വൽ ടു √3 സെന്റിമീറ്റർ. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ സി എത്ര എന്നാണ്. എ സി കണ്ടുപിടിക്കും എല്ലാവരും. എ സി സിമ്പിൾ ആണ്. 90 ഓപ്പോസിറ്റ് എത്ര? എ സി 90 ഓപ്പോസിറ്റ് എത്രയായിരിക്കും? കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എത്രയാണ്? 30-നെതിരെയുള്ള വശത്തെ 2 കൊണ്ട് ഗുണിക്കണം, അതായത് 1 × 2 സെന്റിമീറ്റർ ആണ് അല്ലേ? എ സി 2 സെന്റിമീറ്റർ. സി ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ് സി? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ സ്ക്വയർ. ഇതിന്റെ ഏരിയ കാണുക എന്നുള്ളതാണ്. നമുക്കറിയാം സൈഡ് 2 ആയ സ്ക്വയറിന്റെ ഏരിയ, സൈഡ് സ്ക്വയർ ആണ്. സൈഡ് സ്ക്വയർ എന്നുള്ളതാണ് നമുക്ക് സൈഡ് ഇൻറ്റു സൈഡ്, അതായത് ഏരിയ എത്രയാണ്? ഏരിയ ഈക്വൽ ടു 2 സ്ക്വയർ, സൈഡ് സ്ക്വയർ 4 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? സ്വയം ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. നിങ്ങൾ സ്വയം ചെയ്തിട്ട് ആൻസർ മാത്രം ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് 4 ഈക്വിലേറ്ററൽ ട്രയാങ്കിൾസ്, 4 സമഭുജ ത്രികോണങ്ങളാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അത് ഈ സമഭുജ ത്രികോണങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് എ ബി എന്നൊരു ലൈനിലാണ് അല്ലേ? ആ എ ബിയുടെ നീളം 18 സെന്റിമീറ്റർ ആണ്, 18 സെന്റിമീറ്റർ ആണ്. എ മുതൽ ബി വരെയുള്ള നീളം 18 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ചോദ്യം വാട്ട് ഈസ് ദ ടോട്ടൽ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾസ്. ഈ 4 ത്രികോണത്തിന്റെയും കൂടി മൊത്തം പെരിമീറ്റർ, ചുറ്റളവ് എത്രയായിരിക്കും എന്നാണ്. 4 സമഭുജ ത്രികോണങ്ങളുടെയും ചുറ്റളവുകളുടെ തുക എത്ര? പെരിമീറ്റർ, ടോട്ടൽ പെരിമീറ്റർ എത്ര എന്നാണ് ചോദ്യം അല്ലേ? എങ്ങനെ കിട്ടും? നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഈ 4 ട്രയാങ്കിളിന്റെയും സൈഡുകളൊന്നും തന്നിട്ടില്ല, പിന്നെ എങ്ങനെ ഇത് ചെയ്യും? ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് തന്നെ സ്വയം അത് ചെയ്യാൻ സാധിക്കും. 18 സെന്റിമീറ്റർ ഏതളവാണ്? നോക്കൂ, ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഒരു പീസ് അല്ലേ, കഷ്ണം. ഈ വശം പ്ലസ് 3ാമത്തെ ട്രയാങ്കിളിന്റെ വശം പ്ലസ് 4ാമത്തെ ട്രയാങ്കിളിന്റെ വശം, 4 ട്രയാങ്കിളിന്റെയും ഓരോ വശങ്ങൾ കൂട്ടിയപ്പോഴല്ലേ 18 കിട്ടിയത് അല്ലേ? ആ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. 4 ത്രികോണങ്ങളുടെ വലിപ്പം എത്രയോ ആയിക്കോട്ടെ, അതൊന്നും അറിയില്ല നമുക്ക്. പക്ഷേ നിങ്ങൾ വരയ്ക്കുന്നത് വ്യത്യസ്ത തരത്തിലാവാം, അതൊന്നും പ്രശ്നമല്ല നമുക്ക്. ഇവിടെ എയിൽ സ്റ്റാർട്ട് ചെയ്ത് ബിയിലാണ് അവസാനിച്ചിരിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. ഞാൻ വരയ്ക്കുന്ന അത്രയും വലിപ്പത്തിലായിരിക്കില്ല ഓരോ ത്രികോണങ്ങളും നിങ്ങൾ വരച്ചത്, അതൊന്നും ഇവിടെ ബാധിക്കില്ല. നോക്കൂ, ഇവിടെ 4 ത്രികോണങ്ങളുടെയും ഓരോ വശങ്ങൾ, ഇവിടെ നോട്ട് ഇതുവരെ ഒരു വശമാണ്, ഇത് 2ാമത്തെ വശമാണ്, ഇത് 3ാമത്തെ ത്രികോണത്തിന്റെ വശം, 4ാമത്തെ ത്രികോണത്തിന്റെ വശം അല്ലേ? അപ്പൊ ആ 4 ത്രികോണങ്ങളുടെയും ഓരോ വശം കൂട്ടിയപ്പോൾ 18 കിട്ടി എങ്കിൽ 4 ത്രികോണങ്ങളുടെയും 3 വശങ്ങൾ കൂട്ടിയാൽ എത്രയായിരിക്കും? 18 × 3 അല്ലേ? ഇത്രയും നീളമുള്ള 3 വശങ്ങൾ, 2 വശങ്ങളും കൂടിയുണ്ട്. അതായത് ഇത് A1ഉം ഇത് A2ഉം ഇത് A3യും ഇത് A4ഉം ആണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4, ഇതാണ് എ ബി എന്ന് പറയുന്നത്. ഈ എ ബിയുടെ നീളമാണ് എത്ര? 18 എന്ന് തന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 3A1 പ്ലസ് 3A2 പ്ലസ് 3A3 പ്ലസ് 3A4, എവിടുന്നാണ് 3 വന്നത്? ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 3 × വശമാണ്. സമഭുജ ത്രികോണത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത്
3 ഇൻറ്റു വശം, അതായത് 3a1. ഇവിടെ 3 ഇൻറ്റു a2 3a2, 3 ഇൻറ്റു a3 3a3, 3 ഇൻറ്റു a4 3a4. നമുക്ക് a1 a2 a3 a4 എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതായത് 3 ഇൻറ്റു ചുറ്റളവ്, ആകെ ചുറ്റളവ് കേട്ടോ, എല്ലാ ത്രികോണങ്ങളുടെയും കൂടി ആകെ ചുറ്റളവ് 3 ഇൻറ്റു a1 3a1 പ്ലസ് 3a2 പ്ലസ് 3a3 പ്ലസ് 3a4 ആണ്. അതിന് ഞാൻ 3 കോമൺ ആയിട്ട് എടുത്താൽ 3 ഇൻറ്റു 18, 3 ഇൻറ്റു 18 എത്രയാണത്? 54 അല്ലേ? 54 സെന്റിമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായില്ലേ മക്കളെ? ഇത് നിങ്ങൾ ഒരു സാധാരണ രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അല്ലേ? ഒരു വശം, ഓരോ വശം കൂട്ടിയാൽ 18 ആണെങ്കിൽ 3 അങ്ങനെയുള്ള 3 വശങ്ങൾ കൂട്ടിയാലോ 18 ഇൻറ്റു 3 54. ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് h1 h2 h3 h4 are altitudes, find h1 plus h2 plus h3 plus h4. അതായത് ഇതിന്റെ ഹൈറ്റുകൾ എന്ന് പറയുന്നത് h1, ഇവിടെ h2, ഇത് h3, ഇത് h4 ആണെങ്കിൽ ഈ എല്ലാ ഹൈറ്റുകളും, അതായത് എല്ലാ ഓൾട്ടിറ്റ്യൂഡ്സും എല്ലാ ഉയരങ്ങളും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് നമുക്കറിയാം. ഈ എന്താണ് ഇതിന്റെ ബന്ധം? സൈഡ് a1 ആണ് സൈഡ് എങ്കിൽ അതിന്റെ പകുതിയാണ് ഇവിടെ വരിക. മട്ടത്രികോണത്തിന്റെ ബേസ് എന്ന് പറയുന്നത് a1ന്റെ പകുതിയാണ് അല്ലെ? a1ന്റെ പകുതി ഇൻറ്റു √3 ആണ്. ഇവിടെയാണ് 30 ഡിഗ്രി, 30 ഡിഗ്രിക്കെതിരെ വശത്തിന്റെ പകുതിയാണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എതിരെ √3, ഇതിനെ √3 കൊണ്ട് ഗുണിക്കണം. അതായത് a1ന്റെ പകുതിയെ √3 കൊണ്ട് ഗുണിച്ചാൽ ഹൈറ്റ് കിട്ടും. h1 എന്ന് പറയുന്നത് a1/2 ഇൻറ്റു √3 ആണ്. ആ /2 എഴുതാൻ മറക്കരുത്. ഇത് പകുതി പകുതിയായി മുറിയും. മിഡ് പോയിന്റ് ആണ്, മിഡ് പോയിന്റിലാണ് ഹൈറ്റ് വന്ന് മുട്ടുക അല്ലെ? ഓൾട്ടിറ്റ്യൂഡ് വന്ന് ഇന്റർസെക്ട് ചെയ്യുക. ഓൾട്ടിറ്റ്യൂഡ് ബേസിൽ വന്ന് മുട്ടുന്നത് ഇതിന്റെ മിഡ് പോയിന്റ് മധ്യബിന്ദുവിലാണ്. ക്ലിയർ? അതായത് ഇവിടെ a1ന്റെ പകുതിയാണ്. a1 എന്ന് എടുക്കേണ്ട ആവശ്യമില്ല, വശങ്ങളുടെ പകുതി. ഇതിലും വശത്തിന്റെ പകുതി, ഇവിടെയും വശത്തിന്റെ പകുതി, ഇവിടെയും വശത്തിന്റെ പകുതി. അങ്ങനെയാണെങ്കിൽ വശത്തിന്റെ പകുതിയെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓരോന്നിന്റെയും ഹൈറ്റ് കിട്ടും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ വശത്തിന്റെ പകുതി എന്ന് പറയുന്നത് 4 വശങ്ങളുടെയും പകുതി എന്ന് പറഞ്ഞാൽ 18ന്റെ പകുതി 9. ആ 9നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാ ഹൈറ്റുകളുടെയും തുക നമുക്ക് കിട്ടും. അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് തുകകളുടെ h1 പ്ലസ് h2 പ്ലസ് h3 പ്ലസ് h4 എന്ന് പറയുന്നത് 18ന്റെ പകുതിയെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഞാൻ ഒരെണ്ണം എഴുതി കാണിച്ചത് a1 മുഴുവനായിട്ട് എടുക്കില്ല, a1/2നെയാണ് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ അടുത്തതിന് a2ന്റെ പകുതിയെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, a3യുടെ പകുതിയെ √3 കൊണ്ട്, a4ന്റെ പകുതിയെ √3 കൊണ്ട്. അതായത് മുഴുവൻ വശങ്ങളുടെ a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് a4ന്റെ പകുതിയെ എന്ത് ചെയ്താൽ മതി? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. √3 കൊണ്ട് ഗുണിച്ചാൽ മതി. 9√3 എന്ന് ആൻസർ വരും. 9√3. ക്ലിയർ? 9√3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും ഹൈറ്റുകളുടെ തുക, ഓൾട്ടിറ്റ്യൂഡുകളുടെ തുക എന്ന് പറയുന്നത്. ഒന്ന് ആലോചിക്കൂ. നിങ്ങൾ വിഷമം വിചാരിക്കേണ്ട. സിമ്പിളായി ഒരു ലോജിക്ക് യൂസ് ചെയ്ത് സിമ്പിളായി ചിന്തിക്കുക കേട്ടോ. ലോജിക്ക് യൂസ് ചെയ്താൽ നമുക്കത് സിമ്പിളായി ആൻസർ പറയാൻ സാധിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. എല്ലാത്തിൻ്റെയും പകുതിയിലാണ് മട്ടത്രികോണം 30 60 90 വരുന്നത്. അതുകൊണ്ടാണ് പകുതിയാക്കിയത്. 18നെ പകുതിയാക്കി 9, പിന്നെ √3 കൊണ്ട് കുളിച്ചാലാണ് 60-നെതിരെ കിട്ടുക. അതുകൊണ്ട് 9√3. ഇത്രയുള്ളൂ കാര്യം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇവിടെ പാരലോഗ്രാമിന്റെ ഒരു പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ തന്നിരിക്കുന്നത് പാരലോഗ്രാമിന്റെ സൈഡ്സ് 18ഉം 12ഉം ആണെന്നാണ്. ഒരു ഏംഗിൾ, സൈഡുകൾക്കിടയിലുള്ള ഏംഗിൾ 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് എന്നുള്ളതാണ്. ഏതാണ് ഇതിന്റെ ഡിസ്റ്റൻസ്? ഈ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അകലം അല്ലേ? നമ്മൾ 90 ഡിഗ്രിയിൽ ഒരു ഹൈറ്റ് വരച്ചു നോക്കുക കേട്ടോ. ഡിസ്റ്റൻസ്, പാരലൽ സൈഡ്സ് തമ്മിലുള്ള സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിവിടെ ഇ എന്ന് എഴുതാണ്.
ഡി ഇ ആണ് അതിന്റെ ഡിസ്റ്റൻസ് അല്ലേ. നമ്മൾ എച്ച് എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നമുക്ക് ഇത് കാണാനുള്ള എച്ച് കാണാനുള്ള മാർഗം ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ പഠിച്ച ഒരു എന്തെങ്കിലും ഒരു ആശയം അവിടെ വരുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാം. ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണ്. അതാണ് നമ്മുടെ കളിക്കളം. അതിലെ കരുക്കളാണ് ഒരു ന്യൂനകോണും ഒരു വശത്തിന്റെ നീളവും. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഗെയിമായിട്ട് ഒരു കളിയായിട്ട് ഇതിനെ കണ്ടു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് മറ്റു വശങ്ങൾ കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും ആ കരുക്കൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ മട്ടത്രികോണം എന്ന കളിക്കളം ഉണ്ടോ എന്നുള്ളതും ആ കരുക്കൾ, അതായത് ഒരു ന്യൂനകോണം, ഒരു അക്യൂട്ട് ഏംഗിളും ഒരു സൈഡിന്റെ നീളവും തന്നിട്ടുണ്ടോ എന്നുള്ളതുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ അത് തന്നിട്ടുണ്ടോ? മട്ടത്രികോണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലെ. ഇല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കണം. അതിനാണ് ഞാൻ ഇവിടെ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ കൊണ്ടുപോയി ഹൈറ്റ് അടയാളപ്പെടുത്താമായിരുന്നു. ഈ ഡിസ്റ്റൻസ് എനിക്ക് ഇവിടെ അടയാളപ്പെടുത്താമായിരുന്നു. ഞാനത് ഇവിടെ അടയാളപ്പെടുത്തിയാൽ എനിക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അടയാളപ്പെടുത്തിയത്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ഡി വരച്ചു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവിടെ നമ്മുടെ കളിക്കളം ഇവിടെ ഉണ്ട്. എ ഇ ഡി എന്ന ഒരു മട്ടത്രികോണം ഉണ്ട് അല്ലേ. കണ്ടില്ലേ? ആ മട്ടത്രികോണത്തിൽ ഇനി രണ്ട് കരുക്കൾ തന്നിട്ടുണ്ടോ? അതായത് 90 ഡിഗ്രി അല്ലാത്ത ഒരു കോൺ തന്നിട്ടുണ്ട്, 60 എന്നുള്ളത്. അതുപോലെ ഒരു വശത്തിന്റെ നീളം ഈ വശം 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ കളിക്കളവും ഉണ്ട്, കരുക്കളും ഉണ്ട് അല്ലേ. ഇനി നമുക്ക് കരുക്കൾ നീക്കാം. ഏതാണ് ആ കരു നീക്കം വേണ്ടതെന്ന് ആലോചിക്കാം. ഇവിടെ 90 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു, 30 ആണെന്ന് കണ്ടുപിടിച്ചു അല്ലേ. അപ്പൊ 30 ഡിഗ്രിക്ക് എതിരെ നമ്മൾ പറഞ്ഞിരുന്നു ട്രയാങ്കിൾ വരച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചിട്ടോ നമുക്ക് കണ്ടുപിടിക്കാം. 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഇതിനെ √3 കൊണ്ട് ഗുണിച്ചാൽ 60ക്ക് ഓപ്പോസിറ്റ് കിട്ടും അല്ലെ. ഇതിന്റെ √3 ടൈംസ് വലിപ്പം ഉണ്ടായിരിക്കും 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അല്ലെ. 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ 2 ടൈംസ് ആയിരിക്കും 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്നാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇവിടെ നമുക്ക് ഏതിനെതിരെയാണ് തന്നിരിക്കുന്നത്? 90ക്ക് ഓപ്പോസിറ്റ് 12 എന്നാണ്. 90ക്ക് ഓപ്പോസിറ്റ് 12. ഓക്കെ, 90ക്ക് ഓപ്പോസിറ്റ് 12 ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഏറ്റവും ഷോർട്ടസ്റ്റ് 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആദ്യം കണ്ടുപിടിക്കുക, ഈ നീളം കണ്ടുപിടിക്കുക. അതിൽ നിന്നേ നമ്മൾ 60ലേക്ക് എത്താനാണ് എളുപ്പം അല്ലെ. 2ന് പകരം ഇവിടെ 12 ആണ്. 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 12 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ശരിയല്ലേ? 2ന്റെ ഹാഫ് ആണ് 1, 12ന്റെ ഹാഫ് 6. ക്ലിയർ? അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് 6 കിട്ടി. നമുക്ക് 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അല്ല ആവശ്യമായിരുന്നത് അല്ലേ. നമുക്ക് 30ക്ക് ഓപ്പോസിറ്റ് 6 എന്ന് പറയുന്നത് AE ആണ്. ഇവിടെ AE എന്ന നീളം അല്ലേ. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് AD ആണ്. AD നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് ഇതിന്റെ അകലമാണ്, അതായത് DE ആണ് ആവശ്യം. DE എന്ന നീളം കിട്ടുന്നതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 √3 ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് √3 ടൈംസ് ആയിരിക്കുമെന്നും 90ക്ക് ഓപ്പോസിറ്റ് 2 ടൈംസ് ആയിരിക്കുമെന്നും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 6 ആണെങ്കിൽ ഇത് 6 √3 ആയിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ പാരലൽ ഡിസ്റ്റൻസ് 6 √3 സെന്റിമീറ്റർ എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്, സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം 6√3 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ മക്കളെ? ചിത്രം ക്ലിയർ ആവുന്നില്ലേ? ചെറുതായിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ ഈ ഹൈറ്റ് വരച്ചത് റൈറ്റ് ട്രയാങ്കിൾ കിട്ടാൻ വേണ്ടി, മട്ടത്രികോണം കിട്ടാൻ വേണ്ടിയാണ്. ഡിയിൽ നിന്ന് അതിന്റെ പാരലൽ സൈഡിലേക്ക്, അതിന്റെ മറുവശത്തേക്ക് നമ്മളൊരു ഹൈറ്റ് വരച്ചത് കണ്ടോ. 90 ഡിഗ്രി അടയാളപ്പെടുത്തണം, 30 60 90 അടയാളപ്പെടുത്തണം. 30ക്ക് ഓപ്പോസിറ്റ് 6 കണ്ടുപിടിക്കണം. അത് എവിടെ നിന്നാണ്? 90ക്ക് ഓപ്പോസിറ്റ് 12 ആണെങ്കിൽ അതിന്റെ നേർ പകുതിയായിരിക്കും 30ക്ക് ഓപ്പോസിറ്റ് അല്ലേ. അതിന്റെ 60ക്ക് ഓപ്പോസിറ്റ് ചെറിയ വശത്തിന്റെ √3 ടൈംസ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ പാരലോഗ്രാം അല്ലേ. ചിത്രം വ്യക്തമായിട്ട് വരയ്ക്കുക. നിങ്ങൾക്ക് ഇവിടെ കുറേയധികം സ്റ്റെപ്പ് എഴുതുന്നതിന് പകരമാണ് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചത് കണ്ടോ. ഇനി
നമുക്ക് ഏരിയ ഓഫ് ദി പാരലോഗ്രാം, ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? പരപ്പളവ്. പാരലോഗ്രാം സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാനുള്ള സൂത്രം എന്താണ്? BH അല്ലേ? എന്താണ് B? ഒരു വശത്തിന്റെ നീളം ഇൻറ്റു ആ വശത്തേക്ക് മറുവശത്തിൽ നിന്നുള്ള അകലം എന്നുള്ളതാണ്. അതായത് ഇവിടെ BH എന്ന് പറഞ്ഞാൽ ഇവിടെ B എന്ന് പറയുന്നത് എത്രയാണ്? ഒരു വശത്തിന്റെ നീളം എത്രയാണ്? വശം 18 ഇൻറ്റു H എന്ന് പറയുന്നതോ നമ്മൾ കിട്ടി 6√3. 18 ഇൻറ്റു 6√3 എത്രയാണെന്ന് കണ്ടുപിടിക്കൂ. 108√3 സെന്റിമീറ്റർ സ്ക്വയർ. 108√3 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഈ ഐഡിയ പ്രയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പരപ്പളവ് കാണാനോ മറ്റേതെങ്കിലും വികരണത്തിന്റെ നീളം കാണാനോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാവുന്നതാണ് കേട്ടോ. ഏത് ഐഡിയ ഉപയോഗിച്ച് 30, 60, 90 എന്നുള്ള ആ ഒരു റൈറ്റ് ട്രയാങ്കിൾ, ആ മട്ടത്രികോണം ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ അതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി കോണളവുകളുള്ള മട്ടത്രികോണത്തിന്റെ വശങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ വർക്ക്ഷീറ്റിൽ പറഞ്ഞതെങ്കിൽ ഈ വർക്ക്ഷീറ്റിൽ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി കോണളവുള്ള മട്ടത്രികോണത്തിന്റെ വശങ്ങൾ കാണാനും അതിന്റെ ചെറിയ ആപ്ലിക്കേഷൻ പ്രോബ്ലമാണ് പഠിച്ചു കഴിഞ്ഞത് അല്ലേ? ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ വലിയ ആപ്ലിക്കേഷൻ പ്രോബ്ലംസിലേക്ക് കടന്നാൽ മതി കേട്ടോ. നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾക്ക് ത്രികോണമിതി വിഷമമില്ലാതെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.